ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി നാം ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ബർന്നബാസിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളെ പറ്റിയും തുടർന്നുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്ക് ചിന്തിക്കാം. ഇന്ന് ബർന്നബാസും ശൗലും ഒന്നിച്ചുള്ള ചില പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. യെരുശലേമിലെത്തിയ പൗലോസ് ശിഷ്യന്മാരോട് ചേരുവാൻ ആഗ്രഹിച്ചു. എങ്കിലും അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അത്രമാത്രം പേടിക്കത്തക്ക രീതിയിലുള്ള ഒരാളായിരുന്നു ശൗൽ. ദൈവസഭയെ നിശേഷം നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് ആ നിലയിൽ പ്രവർത്തിച്ചവനായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ജനത്തിന് അവനെ പേടിയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:26 ശൗലിൻ്റെ മാനസാന്തരവും ദമസ്കോസിലെ അവൻ്റെ പ്രവർത്തനങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും അവർ അറിയാത്തതല്ല എന്ന് നമുക്ക് കരുതാം. പഴയ സംഭവങ്ങളുടെ അനുസ്മരണ ഉളവാക്കിയ സംശയത്തിലുള്ള വീക്ഷണവും പെട്ടെന്നുള്ള ആശങ്കയുമാകാം ഈ ഭയത്തിന് കാരണം. മതഭ്രാന്ത നിമിത്തം ക്രിസ്തു മാർഗത്തെ അവഹേളിക്കുകയും വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ തടവിലാക്കി പീഡിപ്പിക്കുകയും സ്തെഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിൽക്കുകയും യെരുശലേം സഭയെ ചിതറിച്ചു കളയുകയും ചെയ്ത പഴയ ശൗൽ ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലാത്തതിനാൽ അവൻ മാനസാന്തരപ്പെട്ട് മശിഹയെ സ്വീകരിച്ച് അവൻ്റെ അപ്പോസ്തലനായിട്ട് മടങ്ങി വന്നതെങ്കിലും അവനെ പെട്ടെന്ന് മനസ്സോടെ സ്വീകരിക്കുവാൻ അവർ മടിച്ചു. അങ്ങനെ നിന്നതിൽ ഒട്ടും ആശ്ചര്യപ്പെടുവാനില്ല. കാരണം അത്രമാത്രം ഭയം ഉളവാക്കുന്ന രീതിയിലായിരുന്നു ശൗല് ആയിരുന്നത്. ബർന്നബാസ് എന്നൊരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കുപ്രോസ് ദ്വീപുകാരനായ ഒരു ലേവ്യനും ക്രൈസ്തവ സഭയുടെ പ്രാരംഭകാലം മുതൽ യെരുശലേം സഭയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവനും തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചവനുമായിരുന്ന ശിഷ്യനായിരുന്നു ബർന്നബാസ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡാർലി ആൻറ്റി ഈ ബർന്നബാസിനെ പറ്റി അനേക കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ബർന്നബാസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ശൗലിനെ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് നയിച്ചു. ശൗലുമായി മുൻപരിചയമുണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗത്തെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 9 നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശദീകരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ശൗലിൻ്റെ മാനസാന്തരത്തിന് മുമ്പേ ഉള്ള പരിചയമാണോ അതിനുശേഷമുള്ള പരിചയമാണോ എന്ന് വ്യക്തമല്ല. ശൗൽ ദമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും ആയ വിവരങ്ങളെല്ലാം അവിടെ വെച്ച് ബർന്നബാസ് വിശദീകരിച്ചു. അതിനെ തുടർന്ന് അവർ ശൗലിനെ സ്വീകരിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ഈ ബർന്നബാസ് കൂടെയുള്ള ശിഷ്യന്മാർക്ക്, സഹോദരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 9:27 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും അങ്ങനെ പൗലോസും ബർന്നബാസും ഒന്നിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മറ്റ് സഹോദരന്മാർക്ക് അവർക്ക് പൗലോസിനോടുള്ള പേടി മാറ്റിയതും തന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ബർന്നബാസ് ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും പത്രോസിനോട് കൂടെ പൗലോസ് ആയിരുന്ന സമയം 15 ദിവസം പത്രോസിനോടുകൂടെ ഈ പൗലോസ് ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശൗലിനെ ബർന്നബാസ് അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുചെന്ന് എന്ന് ലൂക്കോസ് പറയുമ്പോൾ യെരുശലേം സഭയിൽ അപ്പോസ്തലന്മാരിൽ പത്രോസിനെ കണ്ടു. കൂടാതെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെയും കണ്ടു. അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും കണ്ടില്ല എന്ന് പൗലോസ് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:27, ഗലാത്യർ 1:18-19 അപ്പോസ്തലന്മാരിൽ പത്രോസ് ഒഴികെ മറ്റാരെയും ശൗൽ കണ്ടില്ല. അവൻ യെരുശലേമിൽ പത്രോസിനോടുകൂടെ 15 ദിവസം താമസിച്ചു. ഗലാത്യർ 1:18-19 അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറിയെന്ന് ലൂക്കോസ് ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:28.
ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും പ്രത്യക്ഷതകളും സംബന്ധിച്ച് അവൻ തമ്മിൽ സംസാരിച്ചു കാണും. കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയും പുനരുത്ഥാനത്തെ പറ്റിയും ഇവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു കാണും. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനായ വിവരം ശൗൽ അവരെ അറിയിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും പ്രത്യക്ഷതകളുടെയും വിവരം അവരും അവനോട് വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും യേശുക്രിസ്തു പ്രത്യക്ഷനായ കാര്യം, ഓരോരുത്തരും തങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യം അത് അന്യോന്യം സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തനിക്ക് പ്രത്യക്ഷനായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും പ്രത്യക്ഷതകളുടെയും കൂടുതൽ വിവരം ശേഖരിക്കുകയായിരുന്നു ശൗൽ. ഇത് അവരോട് പഠിച്ചതാകുകയില്ല. കാരണം തനിക്കത് അനുഭവമായ കാര്യമാണ്. അത് മറ്റുള്ളവർ പറയുമ്പോൾ ഒന്നുകൂടെ ആ കർത്താവിനെ അറിയുവാൻ, രുചിക്കുവാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു അവർക്ക് എന്നവണ്ണം അവനും പ്രത്യക്ഷനായിട്ടുണ്ടല്ലോ. അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ആണ് 1 കൊരിന്ത്യർ 15:3-7 ഭാഗത്ത് പൗലോസ് വിവരിക്കുന്നത്. യെരുശലേമിൽ ശൗലിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അത് അപ്പോസ്തലപ്രവൃത്തി 9:28-31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദമസ്കോസിൽ എന്നവണ്ണം ശൗൽ യെരുശലേമിലെ 15 ദിവസത്തെ താമസത്തിനിടയിൽ കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. യവന ഭാഷക്കാരായ യഹൂദന്മാരോട് സംഭാഷിച്ച് തർക്കിച്ചു. അപ്പോസ്തലപ്രവൃത്തി 9:28-29. ശൗലിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഒന്നും ലൂക്കോസ് ഇവിടെ വിവരിക്കുന്നില്ല. സ്തെഫാനോസിൻ്റെ പ്രസംഗങ്ങളുടെ സ്വാധീനത ഉണ്ടായിരിക്കണം. ഈ നിലയിൽ ശൗൽ യവന ഭാഷക്കാരായ യഹൂദന്മാരോട് സംഭാഷിച്ച് തർക്കിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിലയിൽ അവരുടെ ഇടയിൽ കർത്താവിനെ ഉയർത്തുവാൻ പൗലോസിന് ഇടയായിത്തീർന്നു. ഒരു നാൾ കർത്താവിൻ്റെ മാർഗത്തെ തച്ചുടയ്ക്കുവാൻ, നശിപ്പിക്കുവാൻ, മുടിക്കുവാൻ നടന്ന പൗലോസ് ഇന്ന് കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പൗലോസ് ബർന്നബാസിനോടും പത്രോസിനോടും ചേർന്നുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. വരും ദിവസങ്ങളിൽ പൗലോസിന് വീണ്ടും കർത്താവ് പ്രത്യക്ഷനായ കാര്യവും അങ്ങനെയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇന്നിവിടെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.